ഹായ്, നമ്മുടെ കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത്. കണ്ടോ? കമ്പോസ്റ്റ് നമ്മൾ 2 തരം 3 തരമൊക്കെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് വെച്ചിട്ട് നമ്മളിനി ഓണക്കാല പച്ചക്കറി കൃഷി ചെയ്യാനുള്ള തൈകളാണ് നമ്മളിത് അവിടെ വെച്ചിട്ടുള്ളത്. കണ്ടോ? പിന്നെ നമ്മൾ കൃഷിഭവനിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓണക്കാലത്ത് പച്ചക്കറി കൃഷി അതിൻ്റെ വിളവെടുപ്പ് നടത്തണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അതിന് വേണ്ട പച്ചക്കറി തൈകൾ നടണം. അപ്പോൾ നമ്മൾ കുരു മുളപ്പിച്ച് ആവുന്നതിനേക്കാളും ഇത്തിരി കൂടി ഇതിപ്പോൾ ഒരു 10-15 ദിവസത്തെ വളർച്ച ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നടാനായിട്ട് നമ്മളിതേ വേനൽക്കാലത്ത് ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഞങ്ങളാണ്. അപ്പോൾ കമ്പോസ്റ്റിൻ്റെ വീഡിയോ കാണാത്തവർ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന കമ്പോസ്റ്റ് രീതി നിങ്ങൾക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ മഴക്കാലത്തും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വളങ്ങൾ നമ്മളിടുന്ന എല്ലാ വളങ്ങളും നമ്മുടെ ഒലിച്ചു പോകും. മഴക്കാലത്ത് നമ്മളിപ്പോൾ പുറത്ത് പറമ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഇതുവരെ ചെയ്തപ്പോൾ പച്ചക്കറിയിൽ മുളകിനൊന്നും തീരെ കായകൾ പിടിക്കണില്ല, മുളകേ പിടിക്കണില്ല ഈ മഴക്കാലത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ നമ്മുടെ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഒലിച്ച് പോകുന്നത് കൊണ്ട് തീരെ കായകൾ പിടിക്കണില്ല. ചെടി നന്നായിട്ട് ചിലപ്പോൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്, പൂകൊഴിച്ചിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇപ്രാവശ്യം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഒരു മറ പോലെയെന്ന് അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യണതെന്ന്. കണ്ടു, ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ്. നമ്മൾ ഇനി ഇതും ഉണ്ട് കേട്ടോ, നമ്മൾ വേറെ സ്ഥലത്താണ് ആ കമ്പോസ്റ്റ് കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പോസ്റ്റിൽ ഓൾറെഡി ഇത് നമുക്കറിയാം വളക്കൂറുള്ളതാണെന്ന്. കാരണം നമ്മൾ എല്ലാ പച്ചക്കറി വേസ്റ്റും എല്ലാതും കൂടി ചെയ്തതാണ്. എന്നാലും നമ്മൾ തുടക്കത്തിൽ ഇത് ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള അധികം വേണമെന്നൊന്നുമില്ല, ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത്രയും ചാണകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഞാനിപ്പോൾ ഈ വെള്ളം കുറവ് വേണ്ടതാണല്ലോ പച്ചക്കറികൾക്ക്. അപ്പോൾ ഞാനിത് പെർലൈറ്റ് എന്ന് പറയും, ഒരു തരം മണ്ണി പോലത്തേത്. കണ്ട 5 രൂപയ്ക്കൊക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റിയിൽ ഉള്ളിൽ വെക്കുന്ന ചെടികൾ അതിന് അതായത് എയർ കണ്ടൻറ്റ് മണ്ണിൽ നിലനിൽക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. കുറച്ചും കൂടി ഇടാട്ടെ, ഞാൻ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എടുത്തു. പിന്നെ നമ്മുടെ ഡോളോമൈറ്റ്, കാൽഷ്യം, ഇത് നമ്മുടെ കുമ്മായ ആണെങ്കിൽ നമ്മൾ 7 ദിവസം ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ചെടികൾ നടാൻ. ഡോളോമൈറ്റ് ആകുമ്പോൾ നമുക്ക് അപ്പയ്ക്കപ്പം വേണമെങ്കിൽ ചെയ്യാം. കാരണം ഈ തക്കാളി, മുളക് ഇതിനൊക്കെ അത്യാവശ്യമാണ് ഈ ഡോളോമൈറ്റ്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് അത്യാവശ്യമാണ് തുടക്കത്തിൽ തന്നെ കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഏറ്റവും മുളകിന് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളമാണ്. വെള്ളം കെട്ടി നിന്നാൽ മുളക് അപ്പടി ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കമ്പോസ്റ്റ് ആഡ് ചെയ്യാണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്രയും ഡോളോമൈറ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുറച്ചും കൂടി ഇനിയുണ്ട് നമ്മുടെ കമ്പോസ്റ്റ്. നമ്മളിപ്പോൾ ഇതിന് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വിചാരിക്കണില്ല. കാരണം നമുക്ക് കുറേശ്ശെ വളം ഇട്ടിട്ട് കയറ്റി കൊടുക്കാമെന്നാണ് വിചാരിക്കണം. മൊത്തത്തിൽ നമ്മൾ ഗ്രോ ബാഗ് നന്നായി നിറച്ചിട്ടല്ല നമ്മൾ ചെയ്യണേ കേട്ടോ. ഇത് നമ്മുടെ വേപ്പും പിണ്ണാക്കാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു കീടങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ വേണമെങ്കിൽ ഇടുന്ന കമ്പോസ്റ്റും മണ്ണും പിന്നെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യാം. കണ്ടു, അപ്പോൾ ഇത് നോക്കി നല്ല വളർച്ചയുള്ള മണ്ണാണ്. ഇത് വലിയ ഭാരമില്ല. ഒരു ബക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 20 കിലോൻ്റെ ബക്കറ്റിൽ എടുത്തു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു കനമില്ലാത്ത തരമാണ് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ പച്ചക്കറി തൈകൾ നമ്മുടെ അതാത് കൃഷിഭവനിലൊന്നും ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവില്ല. സാധാരണ കൃഷിഭവനിൽ വരെ എല്ലാ കാലം തെറ്റിയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ വാങ്ങിച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. നമ്മുടെ ബ്ലോക്ക് തല കൃഷിഭവനുകളുണ്ടാവും. ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ ചാവക്കാട് അങ്ങനെയൊക്കെ ബ്ലോക്കുകൾ നമുക്കുണ്ടാവും. ആ ബ്ലോക്കുകളിലെ കൃഷിഭവനിലൊക്കെ ഇത് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മുളക് വന്നിട്ടില്ല. എന്നാലും ഞാൻ പിന്നെ ഉണ്ടമുളക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയണേ അത് വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ കാലത്തിനനുസരിച്ചൊന്നല്ല നമുക്ക് കിട്ടുക. എന്നാലും നമ്മൾ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പച്ചക്കറി എന്ന് മാത്രമല്ല മുളക് നമുക്ക് അത്യാവശ്യമല്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ മുളക് കഴിഞ്ഞ പോലെ മറ്റേ നമ്മൾ മുളക് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പറമ്പിൽ വെച്ചിട്ട് ഈ നമ്മുടെ കാലം തെറ്റിയ കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ചില ഇടയ്ക്കിടയ്ക്ക് മഴയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ശക്തിയായിട്ട് നമ്മൾ എങ്ങനെ ഇതായാലും കട നനയാണ്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ മിക്സിങ് ഒരുവിധം ശരിയായിട്ടുണ്ട് കേട്ടോ. കണ്ട് വെള്ളപ്പൊടി ഒരുവിധം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നിറയ്ക്കാം. നമ്മൾ ഇത്തിരി വലിയ സൈസുള്ള ഗ്രോ ബാഗാണ് മേടിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ പയർ, വഴുതന ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ചെയ്യുമ്പോൾ നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗ് തന്നെ വേണം. ഗ്രോ ബാഗ് ആകുമ്പോൾ നമുക്ക് കല്ലൊന്നും ഇടേണ്ട കാര്യമില്ല. അത്യാവശ്യം ഓട്ടയുണ്ട്. ഓരോ വർഷം നമ്മൾ മേടിക്കുമ്പോഴും ഓട്ടകളുടെ എണ്ണം അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സീറ്റിംഗ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറയ്ക്കാം. ഈ ഗ്രോ ബാഗിന് പല റേറ്റിൻ്റെ ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ 20 രൂപ. ഞാൻ ഇപ്പോൾ ഇന്ന് വടക്കാഞ്ചേരി ബ്ലോക്കിൽ അന്വേഷിച്ചപ്പോൾ 20 ആണ്.
പക്ഷെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത് വാങ്ങിച്ചത് 12 രൂപയ്ക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഈ അഗ്രോ ഹൈപ്പർ ബസാറിന്ന്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അവിടെ പോകുമ്പോഴാണ് വാങ്ങിക്കുക. നമ്മളന്ന് 10 വാങ്ങിച്ചോളൂ. അപ്പോൾ ഇത് നമ്മളൊരു ഇത്ര നിറച്ചാൽ മതി കേട്ടോ. അത് ഇത്ര അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ കടക്കിലേക്കൊക്കെ വെളിച്ചം കിട്ടാനായിട്ട് പറ്റും. പച്ചക്കറി തൈകൾക്ക് നന്നായിട്ട് വെളിച്ചവും വായുസഞ്ചാരവും അതൊക്കെ വേണം, അല്ലെങ്കിൽ അവർ ചീഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ട് അതിൽ നിറയ്ക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റിലോ ചാക്കിലാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്നിട്ട് ഇതിന് കുറേശ്ശെ ആഴ്ചയിൽ ഇങ്ങനെ കയറ്റിയിട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് വലിയ ആയാസലോടുള്ള സമയത്ത് വന്നിട്ടേ ഇതുപോലെ കമ്പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് ചകിരിയുടെ ഉണ്ട്, പിന്നെ ഈ പൂപ്പലടിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എളുപ്പമായിട്ട് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊക്കെ നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് 9 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നിറച്ച് കഴിഞ്ഞു. ബാക്കി കുറച്ചും കൂടി ഉണ്ട്. ഇപ്പോൾ ഇത് എത്ര നിറച്ചാലും കണ്ടോ ഒരു കനം, ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പിടിക്കുമ്പോൾ അറിയുള്ള കനം തീരെയില്ല. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾ മാറ്റി നടാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കി മിക്സിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടിയതുണ്ടെങ്കിൽ ഇത് കോരിയിട്ട് ഒരു ബക്കറ്റിലോ ചാക്കിലാക്കി വെച്ചാൽ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക്, അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചാണകവും ഇതൊക്കെ മിക്സ് ചെയ്തുള്ളതല്ലേ, അത് കയറ്റി അതിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇങ്ങനെ ഒഴിവുള്ളപ്പോൾ ചെയ്താൽ നമുക്ക് ഈ ജോലിയുടെ ഭാരവും കുറയും, നമുക്ക് സുഖമായിട്ട് പച്ചക്കറി നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ബാഗുകൾ നിറച്ചു കണ്ട, 9 ബാഗ് നമ്മൾ നിറച്ചു. ഇനി നമ്മളതിൽ കുഴിച്ചിടാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനിതിലേ പയറിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കണ്ട, പയറും വിത്ത് വെണ്ടയും മുളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അർജൻറ്റായിട്ട് നമുക്ക് നടാറായി. അപ്പോൾ ഇത് നടണം, ബാക്കിയുള്ളത് നമ്മൾ നടും. അപ്പോൾ ആദ്യം നമ്മുടെ കുരുത്തോല പയർ 3 വെച്ച് നടാട്ടെ നമുക്ക്. ഇതിനിപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി മോയ്സ്ചർ ഉണ്ട് കണ്ട, നല്ലൊരു നനവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, വെച്ച് കൊടുത്താൽ മതി, അവരതിൽ പിടിച്ച് വന്നോളൂ കണ്ട. ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ 2 കൂടി നട്ട് കഴിഞ്ഞാൽ പയറിൻ്റെ ഇത് കഴിഞ്ഞ് നമുക്ക് സ്ഥലം മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വള്ളി കയറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇത് പയർ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇത് എടുക്കാൻ നമുക്കധികം ഭാരമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നട്ടാലും അത് പൊന്തി വരട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ നടണം. കാരണം ഈ നേരം മഴ കൊണ്ടാൽ ഇതൊക്കെ ചീത്തയായി പോകും. അപ്പോൾ നമ്മുടെ മുളച്ച് വേര് വന്ന പയറുകളൊക്കെ നമ്മൾ നടണം കേട്ടോ. 3 വെച്ചിട്ട് ഓരോന്നിൽ നടണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം പയർ കിട്ടി. ഞാൻ പറഞ്ഞു ഇത് 2 ഉണ്ടായാൽ നമുക്ക് അത്യാവശ്യം. നമ്മുടെ വെണ്ടയുണ്ട്, അപ്പോൾ അതുപോലെ വെണ്ട വിത്ത് നമുക്ക് കുഴിച്ചിടാം. വെണ്ട വിത്ത് 2 വെച്ചിട്ട് ഒരെണ്ണത്തിലിടണം കേട്ടോ. അപ്പോൾ വെണ്ട വിത്തുനിന്ന് ഇതുപോലെ ഗ്രോ ബാഗ് അല്ല ഈ ടിഷ്യൂവിൽ വെച്ചപ്പോൾ മുളച്ച് കിട്ടിയതാണ്. അപ്പോൾ നല്ല വിത്ത് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. ഇനി നമ്മൾ ഈ തൈകളാണ് പറിച്ച് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയ്പയാണ് ഇനി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വള്ളി വീശാറായി കണ്ട. അപ്പോൾ കയ്പത്തൈ നമ്മൾ മേടിച്ചതാണ്, 5 മേടിച്ചത്, പക്ഷെ അവർ 6 തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഈ അവിടെ പോയി മേടിക്കുമ്പോൾ അവർ അധികം തരും, കാരണം ഡാമേജ് എന്തെങ്കിലും വന്നെങ്കിലും എന്ന് വെച്ചിട്ട് തരും. ഇപ്പോൾ 2 വെച്ചിട്ട് നമ്മൾ നല്ല ആരോഗ്യമുള്ള കയ്പത്തൈ കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി നടാം. പടരണതൊക്കെ വേഗം നടണം. പിന്നെ അതുപോലെ ഇനി വെള്ളമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതൊക്കെ ചീഞ്ഞു പോകും. മഴക്കാലത്തെ പ്രശ്നം അതാണ്. പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് വേണം ഇത് പന്തലിട്ടിട്ട് കൊടുക്കാനായിട്ട്. ഓണക്കാലത്തിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്യണം. പിന്നെ തക്കാളി കണ്ടത് നല്ല നീണ്ട ഒരെണ്ണമാണ് അവർ വെട്ടിയപ്പോൾ കിട്ടിയത്. അപ്പോൾ തക്കാളി നമുക്ക് അർജൻറ്റായിട്ട് നടാറായി. ഇപ്പോൾ ഞാൻ 2 നടുന്നുണ്ട്. ഒരു ഗ്രോ ബാഗ് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 2 നടുന്നുണ്ട്. നമ്മുടെ ഗ്രോ ബാഗ് കഴിഞ്ഞു, ഇനി പഴയതൊക്കെ കീറും. അപ്പോൾ ഇനി പുതിയത് നമുക്ക് പുറത്ത് പോകുമ്പോൾ മേടിച്ചിട്ടാണ് ഇനി അടുത്തത് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പച്ചക്കറി. അപ്പോൾ ചെയ്യാത്തവർ, വിത്ത് കിട്ടുന്നവർ അങ്ങനെ ചെയ്യുക. ഞാൻ മുളക് വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മേടിച്ച മുളക് മുളപ്പിക്കാമെന്നാണ്. മുളച്ചതൊക്കെ മഴയത്ത് ഒക്കെ ഒലിച്ച് പോയി, ശ്രദ്ധിച്ചില്ലേ, ഞാൻ മറന്നു അതിൻ്റെ കാര്യം. പിന്നെ ചെന്ന് നോക്കുമ്പോൾ പൊടിഞ്ഞ് ചീഞ്ഞ് ഇരിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്താണ് ഇരിക്കണത്. അപ്പോൾ ഇനി ഇത് ഉഷാറായി കഴിഞ്ഞാൽ ഇതിൻ്റെ തല നുള്ളണം. പിന്നെ ഇങ്ങനെ വെച്ചാൽ പറ്റില്ല, ടെറസിൻ്റെ മുകളിൽ ചീത്തി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.